പരിസരം പോലും മറന്ന് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിന്ന് പരസ്പരം സ്വപ്നങ്ങൾ കൈമാറുന്ന യുവമിഥുനങ്ങൾ. ഈശ്വര, ഞാൻ ഈ കഥയിൽ റീഎൻട്രി നടത്തിയത് എത്ര കൃത്യസമയത്താണ്. 4 കാശുണ്ടാക്കാൻ ഇതുപോലൊരവസരം വേറെ ഇല്ല. ശരി സർ. എൻ്റെ ഈശ്വര, ഇന്നത്തെ ടാർഗറ്റ് ഒരുവിധം അച്ചീവായി. നാളെയും ഇങ്ങനെ തന്നെ പൊലിപ്പിച്ചേക്കണേ ദൈവമേ. നാളെ കാണാം. ബൈ. സുജാത പറ. ചേടാ, ഇവൾ അട്ട പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയാണല്ലോ. സാറേ, ഒരു അബദ്ധം പറ്റി. എന്താടോ? ഞാൻ വാങ്ങിച്ചു വെച്ച പച്ചക്കറി കിറ്റ് വണ്ടിയിൽ വെച്ച് മറന്നുപോയി. അയ്യോ, അതെവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സാറേ, ഒരു ഉപകാരം ചെയ്യോ? നിങ്ങളിപ്പോ എവിടെയുള്ളത്? ഞങ്ങളിവിടെ നമ്മുടെ പ്രാവൻകൂട് ജംഗ്ഷൻ കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് വണ്ടി അവിടെ നിന്ന് നിർത്തിയിട്ടാ ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വേണ്ടോ? താനെവിടെ വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുതരാം. അയ്യോ വേണ്ട സർ, സാറ് ബുദ്ധിമുട്ടുണ്ട. ഞാനിപ്പോ അങ്ങോട്ട് എത്തിക്കോളാം. എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാന്ന്. താൻ ആ കാറിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചേര്. ഓക്കെ സർ. രാജേഷേ സാർ, താനാ വണ്ടി ഒന്ന് തിരിച്ചുവിട്. ശരി സാർ. സുജാത വാങ്ങിച്ച പച്ചക്കറി കിറ്റ് ഈ വണ്ടിയിലായിപ്പോയി. ചുറ്റിക്കളിയാണ്. ലൊക്കേഷൻ അതിനകത്തുണ്ട്. എടോ നമ്പേരെ, ഇതങ്ങ് മാഡത്തിന് കൊടുക്കും. അല്ല, മാഡം വന്ന് എടുത്തോണ്ട് പോകില്ലേ സാർ? എടോ, ഞാൻ പറഞ്ഞ് താനങ്ങ് അനുസരിച്ചാൽ മതി. ഇത് കൊണ്ട് കൊടുറോ സാർ. പിടിക്കേ. ചെല്ലടോ. ഓ, ഇതാ മാഡം. താങ്ക് യു. വലിയ ഉപകാരം സർ. ശരി ശരി. ശരി. സാറേ, എന്താടോ? എസ് ഐ അത് മനഃപൂർവ്വം മറന്നു വെച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത്. എന്തിന്? അല്ല, സാറിനെ ഒന്നുകൂടി കാണാൻ വേണ്ടിയായിരിക്കും. എന്താ സാറേ? തൻ്റെ തിരുമുഖം ഞാനൊന്ന് കാണട്ടെ. അടങ്ങി നിൽക്കണം. പരശുമാമനോ? അതെ, പരശുമാമൻ തന്നെ. ഞാൻ ചോദിച്ചതല്ലടാ ഇത് വേണോ വേണോന്ന്. അല്ല, മാമ എന്താ ഈ വേഷത്തിന്? പിന്നെ പോലീസ് വണ്ടിയിൽ കയറാൻ പട്ടാള വേഷത്തിൽ വരാൻ പറ്റുമോ? അതല്ലേ ചോദിച്ചത്. എന്തിനാ ഇതിനകത്ത് കയറിയേ? ഇത് ചോദിക്കണ്ടേ എന്നോടല്ല, വീട്ടിലിരിക്കുന്ന നിന്റെ ഭാര്യയോടാ. എടാ, ഭർത്താവിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ എന്നെ ഏൽപ്പിച്ച പണിയായത്. അല്ല, ആമിമോളെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ആ മാതിരി കളികളൊക്കെ ആണല്ലോ ഞാനിപ്പോ കണ്ടത്. എന്ത് മാമൻ എന്ത് കൊണ്ടുവന്നു? എടാ, കണ്ടതൊക്കെ ഞാൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത എന്തെങ്കിലും മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ നിമിഷം ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് മാമൻ അറിയോ? എന്ത് പ്രത്യാഘാതമാടാ? എടാ,
ആൾമാറാട്ടം നടത്തിയതിന് നീ എന്നെ പിടിച്ചകത്താക്കും. പോലീസ് വേഷം കെട്ടതിന് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ശിക്ഷയും വാങ്ങിച്ചു തരും. പക്ഷേ ഞാൻ ഇതെന്തിനാണ് ചെയ്തതെന്ന് കോടതി എന്നോട് ചോദിക്കുമ്പോ എനിക്ക് പലതും തുറന്നു പറയേണ്ടി വരും. അല്ല, തെളിവുകളൊക്കെ ഈ മൊബൈലിലുണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ ദുരുപയോഗം ചെയ്തതിന് എനിക്കൊരു 6 മാസത്തെ ശിക്ഷ. പക്ഷേ പോലീസ് വേഷവും പോലീസ് വാഹനവും ദുരുപയോഗം ചെയ്തതിന് ദത്തനും സുജാതയ്ക്കും 2 വർഷത്തെ ശിക്ഷ. അല്ല, അതിന് ഞങ്ങളെന്ത് ദുരുപയോഗം ചെയ്തു? എടാ പറഞ്ഞല്ലോ, അതെല്ലാം ഈ മൊബൈല് പറയും. തീർന്നില്ല. ആമി മോൾ ഇത് കാണുമ്പോഴാണ് അടുത്ത പ്രത്യാഘാതം. അത് ഇതിനേക്കാളൊക്കെ കടുക്കും. അത്1 വർഷത്തെ ശിക്ഷയല്ല, ആജീവനാന്ത വിലക്കാവും പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. ഇനി നീ തീരുമാനിക്കും എന്നെ ശിക്ഷിക്കണോ വേണ്ടയോ എന്ന്. മാമ, ഞാനിപ്പോ എന്താ വേണ്ടത്? ചില്ലറ ഉണ്ടാവോ നിന്റെ കയ്യിൽ? ഒരു 2000 രൂപ തരാൻ. ഉണ്ടോ ഇല്ലയോ പറ. കാശൊക്കെ ഞാൻ തരാം, പക്ഷെ ചതിക്കരുത്. എടാ പരശുമാമനെ നിനക്ക് വിശ്വസിക്കാം. ചതിച്ചാലും വഞ്ചിക്കത്തില്ല ഞാൻ. എടാ പറഞ്ഞ കാശ് കിട്ടിയാൽ ഏത് നാറിയുടെ കൂടെയും ഞാൻ നിൽക്കും. നിന്നാണ് സത്യം. ഇന്നിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. പോലീസ് ജീപ്പിൽ അയാളുടെ ഒരു പ്രേമസല്ലാപ്. ഈ മനുഷ്യൻ ഇത്രയ്ക്ക് അതപ്പതിച്ചു പോയല്ലോ. ഈശ്വര, ഇവക്കിതെന്തു പറ്റി? പരശുരാമൻ ചതിച്ചോ? ഏയ്, അതിന് സാധ്യതയില്ല. അയാള് കാശെണ്ണി വാങ്ങിയതല്ലേ. ആമി, എന്താ? എന്ത് വേണം? നീ എന്നോട് പിണങ്ങി നിൽക്കുകയാണോ? ആണെങ്കിൽ നിന്റെ പിണക്ക് മാറ്റാൻ ഒരു സൂത്രം കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നോക്കേ, ദത്തേട്ടമോക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? നല്ല അടിപൊളി ചോക്ലേറ്റ്. കച്ച. അയ്യോ ആമി, എന്തു പറ്റി ആമി? ഈച്ച പറ്റി. ആമി